തൃക്കൂർ മഹാദേവ ക്ഷേത്രം അല്ലെങ്കിൽ ഗുഹാക്ഷേത്രം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറയിൽ കുത്തിയെടുത്ത ഗുഹാക്ഷേത്രമാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം. 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ നിർമ്മിച്ചതാണ് ഇതെന്ന് കരുതപ്പെടുന്നു. 1966 മുതൽ കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണിത്. ക്ഷേത്ര സംരക്ഷണ സമിതി നിയന്ത്രിക്കുന്ന പാലിയം ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ ക്ഷേത്രവും പരിസരവും. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ശിവൻ അല്ലെങ്കിൽ മഹാദേവനാണ്. ഇവിടുത്തെ വലിയ ശിവലിംഗം അഗ്നിദേവൻ പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു. അഗ്നിഭഗവാൻ എപ്പോഴും ശിവനെ ആരാധിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വിശ്വാസം കാരണം മഴക്കാലത്ത് വിഗ്രഹം പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. കലിയുഗത്തിൽ മോക്ഷം പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ശിവനെ ആരാധിക്കുക എന്നതാണ്. ജാതി, മതം, വിദ്യാഭ്യാസം, സമ്പത്ത്, കർമ്മം എന്നിവയൊന്നും ശിവാരാധനയുടെ മാനദണ്ഡങ്ങളല്ലെന്ന് നാരദ ഭക്തിസൂത്രം പറയുന്നു. വിനാശത്തിൻ്റെ അമരക്കാരനായ ശിവൻ പ്രപഞ്ചത്തിലുടനീളമുള്ള നിരവധി ആരാധനാലയങ്ങളിലൂടെ ഭക്തരിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. അവയിൽ ഏറ്റവും പുരാതനവും ശുഭകരവുമായ ഒന്നാണ് തൃക്കൂർ മഹാദേവ ഗുഹാക്ഷേത്രം. ഇന്ത്യയിലെ 108 ഗുഹാക്ഷേത്രങ്ങളിലൊന്നാണിത്. 30 അടി നീളവും 12 അടി വീതിയുമുള്ള ഒരു പ്രകൃതിദത്ത ഗുഹയ്ക്കുള്ളിലാണ് കുന്നിൻ മുകളിലായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗുഹയുടെ തെക്കേ അറ്റത്താണ് കൂറ്റൻ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് തൊട്ടുമുകളിലായി വേനൽക്കാലത്തെ ഏറ്റവും ചൂടേറിയ ദിവസങ്ങളിൽ പോലും ഒരിക്കലും പറ്റാത്ത ഒരു ജലാശയമുണ്ട്. ശിവലിംഗം കിഴക്കോട്ട് ദർശനമാണെങ്കിലും ഗർഭഗൃഹത്തിൻ്റെ വാതിൽ വടക്കോട്ട് ദർശനമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യഭാഗത്തുള്ള ലിംഗം ചതുരാകൃതിയിലുള്ള ഒരു പീഠത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു.